ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതൊരു ലേണിംഗ് തിയറിയിൽ ഉൾപ്പെടുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. നമുക്കറിയാം, നമ്മുടെ ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുമ്പം വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകളുണ്ട് അല്ലേ. എല്ലാവർക്കും ഒരേ ഒരു അപ്രോച്ചായിട്ട് അല്ല ഉണ്ടായിരിക്കുക, വ്യത്യസ്തമായിട്ടുള്ള. അപ്പം അതിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഉണ്ട്, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഉണ്ട്, കോഗ്നിറ്റീവ് അപ്രോച്ചൊക്കെ ഉണ്ട്. അപ്പം ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഉൾപ്പെടുന്നത് ബിഹേവിയറിസ്റ്റ് മോഡൽ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിലാണ്. അപ്പം ബിഹേവിയറിസം എന്താണെന്നും ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം പേരും കടന്നു വന്നിട്ടുള്ളതും പഠിച്ചു വന്നതും ഈ ഒരു ബിഹേവിയറിസ്റ്റ് മോഡലായിരിക്കും. എന്താണത്? അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നു, നമ്മൾ പഠിക്കുന്നു. ആ ഒരു രീതിയിലാണ് അവരെന്താണോ ചെയ്തിരുന്നത് നമ്മൾ അതിനനുസരിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു കണ്ടീഷനിങ് ചെയ്ത് എടുക്കേണ്ടതാണ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് പരുവപ്പെടുത്തലാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ പരുവപ്പെടുത്തി കൊണ്ടെടുക്കേണ്ടതാണ്. ആ ഒരു പരുവപ്പെടുത്തലിലൂടെ, അതായത് കണ്ടീഷനിങ് ചെയ്യുന്നതിലൂടെയാണ് ലേണിംഗ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മൾ തിയറിയിലേക്ക് വരുമ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് ക്ലാസിക്കൽ എന്ന് പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നമ്മുടെ സൈക്കോളജിക്കൽ ലിറ്ററേച്ചർ എടുക്കുമ്പം ഈ ഒരു ദിസ് കൈൻഡ് ഓഫ് ഒരു തിയറി എന്ന് പറയുന്നത് ഫസ്റ്റാണ്. ഇതാണ് ഫസ്റ്റ് തിയറി. സോ അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, പിന്നെ കണ്ടീഷനിങ് തിയറി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവരെന്താ പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻഡ് ചെയ്തെടുക്കുന്നതാണെന്നാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് പരുവപ്പെടുത്തിയെടുക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് തിയറിയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതിൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, പാവ്ലോ ആണ്. പാവ്ലോ. ഓക്കെ, അതായത് പാവ്ലോൻ്റെ തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. പാവ്ലോൻ്റെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതിന് എളുപ്പമായിട്ടുള്ളൊരു മാർഗമുണ്ട്. അപ്പോൾ പാവ്ലോൻ്റെ പരുവപ്പെടുത്തൽ, അതായത് കണ്ടീഷനിങ് തിയറി. പിന്നെ ഒരു പി, അതായത് പാവ്ലോൻ്റെ പട്ടി എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം ഡോഗിലാണ് എക്സ്പെരിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈസിലി ഓർത്തേക്കാൻ നമ്മൾ എന്താ പറയുക? പാവ്ലോൻ്റെ പട്ടി എന്നാണ്. പാവ്ലോൻ്റെ പട്ടി എന്നാണ്. ഓക്കെ, അപ്പോൾ പാവ്ലോ പരുവപ്പെടുത്തൽ, അതായത് കണ്ടീഷനിങ് ആണ് ഇവിടെ നടക്കുന്നത്. പാവ്ലോൻ്റെ പട്ടി, പി ആലോചിച്ച് വെക്കാം. ഇനി പാവ്ലോ ആണ്, അതായത് റഷ്യക്കാരനായിട്ടുള്ള ഇവാൻ പെട്രോവിച്ച് പാവ്ലോ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹം ഒരു റഷ്യക്കാരനാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, 1904 ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റഷ്യയിൽ ലഭിച്ച ആദ്യത്തെ നൊബേൽ പ്രൈസും കൂടി ആയിരുന്നു ഇവാൻ പെട്രോവിച്ച് പാവ്ലോയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറഞ്ഞാൽ പാവ്ലോൻ്റെയാണ്. പാവ്ലോയ്ക്ക് 1904 എന്ത് ലഭിച്ചു? നൊബേൽ പ്രൈസ് ലഭിച്ചു. ഇദ്ദേഹം ഒരു റഷ്യക്കാരനാണ്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിനെയാണ് റഷ്യയിലെ ആദ്യത്തെ നൊബേൽ പ്രൈസ് ലഭിക്കുന്നതും ഇദ്ദേഹത്തിന് തന്നെയാണ്. ഇനി ഈ സിദ്ധാന്തത്തിന് നമ്മൾ കണ്ടീഷനിങ് തിയറി, അതായത് അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്, പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്, ഉദ്ദീപന പ്രസിദ്ധാനുബന്ധ സിദ്ധാന്തം എന്നും കൂടി പറയുന്നുണ്ട്. ഇത് ഓർത്ത് വയ്ക്കുക. കണ്ടീഷൻ റെസ്പോണ്ട് തിയറി, കണ്ടീഷൻ്റെ തിയറി, എസ് ടൈപ്പ് തിയറി, റെസ്പോണ്ടൻ്റ് റിഫ്ലക്സ് തിയറി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇനി ഒരു ചോദകവും അനുബന്ധവും, ഇനി എന്താണ് ഈ തിയറിയിൽ പറയുന്നതെന്നാണ് പറയുന്നത്. ഒരു ചോദകവും അനുബന്ധവും സ്ഥിരമായി പ്രവർത്തിക്കപ്പെട്ടാൽ പിന്നീട് ചോദകമില്ലാതെ അനുബന്ധം മാത്രം നൽകിയാലും പ്രതികരണം ഉണ്ടാകുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ടായിരിക്കും? റെസ്പോണ്ട് ഉണ്ടായിരിക്കും അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്റ്റിമുലസ് കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? ഒരു പ്രതികരണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഒരു ചോദകം നൽകുന്നുണ്ട്, അനുബന്ധവും നൽകുന്നു. അത് നമ്മൾ സ്ഥിരമായിട്ട്, അതിനെയാണ് കണ്ടീഷൻഡ് എന്ന് പറയുന്നത്. കണ്ടീഷൻഡ് ആയിട്ട് നമ്മൾ ആ കണ്ടീഷൻ പരുവപ്പെടുത്തിയെടുക്കുകയാണ്. അങ്ങനെ അത് സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ
പെട്ടെന്ന് നമ്മൾ ചോദകം ഇല്ലാതെ അനുബന്ധം മാത്രം നൽകിയാലും എന്തുണ്ടായിരിക്കും അവിടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പെരിമെൻറ്റിലേക്ക് പറഞ്ഞുതരാം. ഈ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിൽ 3 ഘട്ടമായിട്ടാണുള്ളത്. അതായത് ബിഫോർ കണ്ടീഷനിങ് 3 എണ്ണം. ഒന്ന് ബിഫോർ കണ്ടീഷനിങ്, ഒന്ന് ഡ്യൂറിങ് കണ്ടീഷനിങ്, പിന്നെ ആഫ്റ്റർ കണ്ടീഷനിങ്. അതായത് അനുബന്ധത്തിന് മുമ്പ് ബിഫോർ കണ്ടീഷനിങ്, അനുബന്ധന വേളയിൽ ഡ്യൂറിങ് കണ്ടീഷന്, അനുബന്ധത്തിന് ശേഷം അതായത് ബിഫോർ കണ്ടീഷനിങ്. ഇങ്ങനെ 3 സ്റ്റേജാണുള്ളത്. അതൊന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ നമുക്കറിയാം, ഞാൻ പറഞ്ഞു പാവ്ലോ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത് ആരിലാണ്? പട്ടിയിലാണ്, അതായത് ഒരു നായയിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നാച്ചുറൽ സ്റ്റിമുലസ് അതായത് നൈസർഗിക ചോദകവും നൈസർഗിക പ്രതികരണം നാച്ചുറൽ റെസ്പോൺസും തമ്മിലുള്ള ബന്ധത്തെ എന്ത് ചെയ്തു? ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് വഴി വരുത്തുന്ന പരിവർത്തനമാണ് ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നാച്ചുറലായിട്ടുള്ള സ്റ്റിമുലസ് അതായത് നൈസർഗികമായ ചോദകവും അതിൻ്റെ നൈസർഗികമായ പ്രതികരണം, ഇതിൻ്റെ ഒരു ബന്ധത്തിന് എന്ത് ചെയ്തു? കൃത്രിമ ചോദകം വഴി ഒരു പരിവ പ്രവർത്തനം അല്ലെങ്കിൽ പരിവപ്പെടുത്തിയെടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് പറയാം. ആദ്യം ഇദ്ദേഹം ഇപ്പോൾ ബിഫോർ കണ്ടീഷനിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്ത് ചെയ്തു? ഇവിടെ നായയ്ക്ക് എന്ത് നൽകി? നായയ്ക്ക് മീറ്റ് നൽകി. അപ്പോൾ ഈ സമയത്ത് നായയിൽ എന്തുണ്ടായി? സലൈവേഷൻ ഉണ്ടായി. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. അത് നൽകിയ സമയത്ത് ഇവിടെ നായയിൽ എന്താ ഉണ്ടായത്? അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോണ്ട്, അതായത് നാച്ചുറൽ റെസ്പോണ്ടാണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, പിന്നെ ഇദ്ദേഹം ബെല്ലടിച്ചു. ഓക്കെ, ബെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ളതാണ് അല്ലേ? കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ബെല്ല് അടിച്ച സമയത്ത് ഇവിടെ എന്തില്ല? റെസ്പോണ്ട് ഇല്ല. ഓക്കെ, റെസ്പോണ്ട് ഇല്ല. ബെല്ലടിച്ച സമയത്ത് ഇവിടെ റെസ്പോണ്ട് ഇല്ല, സലൈവേഷൻ വന്നിട്ടില്ല നായയിൽ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഡ്യൂറിങ് കണ്ടീഷൻ്റെ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്? ബെല്ലും ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം മീറ്റും ബെല്ലും കൂടി ഒരുമിച്ച് അടിക്കുകയാണ് ചെയ്തത്. അതായത് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബെല്ലും മീറ്റും കൂടി ഒരുമിച്ച് നൽകിയ സമയത്ത് നായയിൽ എന്തുണ്ടായി? സലൈവേഷൻ ഉണ്ടായി. നായയിൽ സലൈവേഷൻ ഉണ്ടായി. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം ആഫ്റ്റർ കണ്ടീഷനിങ്, ആ സമയത്ത് ബെല്ല് മാത്രം അടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുകയാണ്? നായയിൽ സലൈവേഷൻ ഉണ്ടാവുകയാണ്. അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ നായനെ എന്ത് ചെയ്തു? പരിവപ്പെടുത്തിയെടുത്തു അല്ലേ? കണ്ടീഷൻഡ് ആയി എന്നാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത് നായയിലാണെന്ന് നമുക്കറിയാം. ഇദ്ദേഹം എന്താ ചെയ്തത്? വിശന്ന് നിൽക്കുന്ന ഒരു നായനെ മുമ്പിലേക്ക് കുറച്ച് മീറ്റ് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം നായയിൽ എന്തുണ്ടായി? ഉമിനീര് ഉൽപ്പാദിപ്പിച്ചു. നായയിൽ സലൈവേഷൻ ഉണ്ടായി. ഓക്കെ, അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്യുന്നത്? മീറ്റൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ ബെല്ലടിക്കുന്ന സമയത്ത് നായയിൽ പ്രത്യേകിച്ച് റെസ്പോണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മീറ്റ് നൽകുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലും അടിച്ചു. ഓക്കെ, ശ്രദ്ധിക്കണം, മീറ്റ് നൽകുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലും അടിച്ചു. അപ്പം നായയിൽ എന്തുണ്ടായി? സലൈവേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബെല്ല് മാത്രം അടിക്കുകയാണ്. അടുത്ത സമയത്ത് അദ്ദേഹം മീറ്റ് വെക്കാതെ ബെല്ല് മാത്രം അടിക്കുമ്പോൾ നായയിൽ എന്തുണ്ടാവുകയാണ്? സലൈവേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ നായ എന്താ? കണ്ടീഷൻഡായി മാറി. അതായത് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ മീറ്റും ഉണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കും ആ നായയിൽ എന്തുണ്ടായത്? സലൈവേഷൻ ഉണ്ടായത്. അപ്പോൾ അവിടെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസിന് എന്തായി മാറി? പിന്നീട് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ളതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും കൂടി ഉൾപ്പെടുത്തി പിന്നീട് അത് എന്തായി മാറി? കണ്ടീഷൻഡ് റെസ്പോണ്ടായി മാറി. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ മീറ്റ് നൽകി അല്ലേ? മീറ്റ് നൽകി അതെന്താണ്?
അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, നമ്മൾ കണ്ടീഷൻ ചെയ്യാത്ത സ്റ്റിമുലസ് ആണ്. ഈ സമയത്ത് എന്താണ് ഉണ്ടായത്? സലൈവേഷൻ ഉണ്ടായി. സലൈവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അൺകണ്ടീഷൻഡ് റെസ്പോണ്ടാണ് അല്ലേ, നമ്മൾ കണ്ടീഷനൊന്നും ചെയ്തെടുക്കാത്ത റെസ്പോണ്ടാണ്. അടുത്തത് എന്താണ് ചെയ്യുന്നത്? അടുത്തത് ബെല്ല്. ബെല്ലെന്ന് പറഞ്ഞാൽ അവിടെ അതെന്താണ്? അത് കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ഇത് നൽകുന്ന സമയത്ത് എന്താ ഉണ്ടായത്? അവിടെ ഒന്നും ഉണ്ടായില്ല അല്ലേ, നോ റെസ്പോണ്ടാണ്. സലൈവേഷൻ ഉണ്ടായോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? മീറ്റും ബെല്ലും കൂടി ഒരുമിച്ച് നൽകി. ഈ സമയത്ത് എന്താ ഉണ്ടായത്? സ്റ്റിമുലസ് ഉണ്ടായല്ലോ. സ്റ്റിമുലസ് ഉണ്ടായി. അതെന്താണ്? അത് അൺകണ്ടീഷൻഡ് റെസ്പോണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെല്ല് മാത്രം നൽകി. ഈ സമയത്ത് എന്താ ഉണ്ടായത്? സലൈവേഷൻ ഉണ്ടായി. അതായത് കണ്ടീഷൻഡ് റെസ്പോണ്ടിലേക്ക് വന്നു. കണ്ടീഷൻഡ് റെസ്പോണ്ടിലേക്ക് വന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മീറ്റ് നൽകി അല്ലേ. മീറ്റ് നൽകിയ സമയത്ത് എന്താ ഉണ്ടായത്? അൺകണ്ടീഷൻഡ് റെസ്പോണ്ട്, അതായത് സലൈവേഷൻ. ദെൻ നമ്മൾ ബെല്ല് മാത്രം നൽകി. അപ്പം എന്താ ഉണ്ടായത്? നോ റെസ്പോൺസ്. ഓക്കെ. ദെൻ ഡ്യൂറിങ് കണ്ടീഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? മീറ്റും ബെല്ലും ഒരുമിച്ച് നൽകി. അപ്പം അവിടെ എന്താ ഉണ്ടായത്? സലൈവേഷൻ ഉണ്ടായി. ആഫ്റ്റർ കണ്ടീഷനിങ്ങിലോ നമ്മൾ ബെല്ല് മാത്രം അടിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി? സലൈവേഷൻ ഉണ്ടായി. അപ്പം ഈ ബെല്ല് പറഞ്ഞ എന്താണ്? കണ്ടീഷൻ ചെയ്തെടുക്കുന്ന സ്റ്റിമുലസ് ആണ്. അത് കൊടുത്തപ്പോൾ സലൈവേഷൻ ഉണ്ടായി. ഇവിടെ സലൈവേഷൻ അപ്പം എന്താണ്? കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോണ്ടാണ്. ഈ തിയറിയിൽ എന്താ പറയുന്നത്? ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്ത് കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. പാവ്ലോ ആരിൽ നടത്തി? നായയിൽ നടത്തി. നമുക്ക് ഒരു ഡീറ്റെയിൽസ് പറയാം. പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായ ചോദകമാണ്. അതായത് സ്വാഭാവികമായ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫുഡ്. ഓക്കെ. ഫുഡ് നാച്ചുറൽ ആയിട്ടുള്ള, അതായത് സ്വാഭാവികമായിട്ടുള്ള ചോദകവും. മണിയൊച്ച എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലസ്, കൃത്രിമ ചോദകവുമാണ്. പലതവണ എന്ത് ചെയ്തു? ഭക്ഷണത്തോടൊപ്പം മണിയൊച്ചയും കൂടി കേൾപ്പിച്ചപ്പോൾ കൃത്രിമ ചോദകമായ മണിയൊച്ച സ്വാഭാവിക ചോദകവുമായി എന്തായി? ആദേശം ചെയ്യപ്പെടാൻ രണ്ടും കൂടി ബന്ധിക്കപ്പെട്ടു. ഓക്കെ. അപ്പം അവിടെ എന്താ ഉണ്ടായത്? കൃത്രിമ ചോദകവും നൈസർഗിക ചോദകവും ഭക്ഷണത്തിൻ്റെ ഫലം ഉളവാക്കുകയും ചെയ്തു അല്ലേ. അത് രണ്ടും എന്താണ്? ഭക്ഷണം കിട്ടുന്നുള്ളൊരു ഫലമാണ് അതിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കാണുമ്പോൾ നായയിൽ എന്ത് വന്നു? സലൈവേഷൻ, അതായത് ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ആഹാരത്തോടൊപ്പം മണിശബ്ദം കേൾപ്പിച്ചപ്പോഴും എന്തുണ്ടായി? ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ക്രമേണ മണിനാദം മാത്രം കേൾപ്പിച്ചപ്പോഴും നായയിൽ എന്തുണ്ടായി? ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. സ്വാഭാവിക ചോദകത്തിന് സ്വാഭാവിക പ്രതികരണം സൃഷ്ടിക്കാൻ എന്നതുപോലെ അവിടെ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. എന്ത്? കൃത്രിമ ചോദകത്തിന് കൃത്രിമമായിട്ടുള്ള പ്രതികരണം സൃഷ്ടിക്കപ്പെടും എന്നുള്ളത്. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് സ്വാഭാവിക ചോദകം കൊടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. ഇപ്പം ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ കൃത്രിമമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണല്ലേ. ഇവിടെ ബെല്ല് അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടായി? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റെസ്പോണ്ട് അല്ലേ. അതാണ് കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടായി എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഒക്കെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ എഡ്യൂക്കേഷനിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ലേണിംഗ് തിയറിയാണ്. അപ്പം ലേണിംഗ് പറഞ്ഞാൽ നമ്മളിങ്ങനെ പരിവപ്പെടുത്തി എടുക്കുന്നതാണ് എന്നാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ തിയറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം പാവ്ലോവിൻ്റെ പട്ടിയിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 3 സ്റ്റേജ് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ബിഫോർ കണ്ടീഷനിങ്ങും, പിന്നെ ഡ്യൂറിങ് കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. അങ്ങനെ 3 സ്റ്റേജിലാണ്. അനുബന്ധത്തിന് മുമ്പ്, അനുബന്ധന വേളയിൽ, അനുബന്ധത്തിന് ശേഷം അല്ലേ. ശ്രദ്ധിക്കുക. ആദ്യം ഫുഡ്, മീറ്റ് മാത്രം നൽകിയപ്പോൾ സലൈവേഷൻ ഉണ്ടായി. ബെല്ല് മാത്രം നൽകിയപ്പോൾ
ഒന്നും ഉണ്ടായില്ല. മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടുള്ള ചോദകമാണ്. മണിയൊച്ച കൃത്രിമ ചോദകം. അപ്പോൾ ആദ്യത്തെ സ്വാഭാവിക ചോദകം നൽകിയപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. കൃത്രിമ ചോദകം മാത്രം നൽകുമ്പോൾ ഒന്നും ഉണ്ടായില്ല. പിന്നീട് സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദകവും കൂടി ഒരുമിച്ച് നൽകിയ സമയത്ത് എന്തുണ്ടായി? നായയിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. പിന്നീട് കൃത്രിമ ചോദകം മണിയൊച്ച മാത്രം കേൾപ്പിക്കുമ്പോഴും എന്തുണ്ടായി? അവിടെ ഉമിനീരുണ്ടായി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കൃത്രിമ ചോദകത്തിന് കൃത്രിമമായിട്ടുള്ള ഒരു പ്രതികരണം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, തിയറി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് പാവ്ലോ സർട്ടൻ പ്രിൻസിപ്പിളും കൂടി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിയമങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഒന്നാമത്തെയാണ് ലോ ഓഫ് കോണ്ടിഗ്വിറ്റി, അതായത് സമീപസ്ഥതാ നിയമം എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് കൃത്രിമ ചോദകവും നൈസർഗിക ചോദകവും തമ്മിൽ അടുപ്പമുള്ള ബന്ധമുണ്ടാകുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുന്നത്? അനുബന്ധം ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് സ്വാഭാവിക ചോദകവും കൃത്രിമ ചോദ്യവും ഒരേ സമയം നൽകുമ്പോൾ ഒരേ സമയം അവസാനിപ്പിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് അനുബന്ധത്തെ തത്സമയ അനുബന്ധം അഥവാ സ്റ്റിമുലേസ് സൈമുണ്ടേനിയസ് കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു തിയറിയിൽ ഇത്രേ പറയുന്നുള്ളൂ. അതായത് എന്താണ് പറയുന്നത്? ഇപ്പം ലോ ഓഫ് കോണ്ടിഗ്വിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ഒന്നും വേണ്ട. കൃത്രിമ ചോദകം ഏതാണ്? നമുക്കറിയാം, ബെല്ലാണ്. നൈസർഗിക ചോദകം എന്താണ്? ഫുഡാണ്. അപ്പോൾ സമീപസ്ഥതാ നിയമത്തിൽ രണ്ടും സമീപസ്ഥത ഒരുമിച്ച് എന്ന് ആലോചിച്ചാൽ മതി. കൃത്രിമ ചോദകവും നൈസർഗിക ചോദകവും ഒരേ സമയത്ത് നൽകുകയും അതേപോലെ ഒരേ സമയത്ത് അത് അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു കണ്ടീഷനിങ് ഉണ്ടാകുന്നത്. ഇവിടെ ടൈമാണ് പറയുന്നത് അല്ലേ? അത് രണ്ടും ഒരേ ടൈമിൽ കൊടുക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? അത് കണ്ടീഷൻഡ് ആയിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരേ ടൈമിലാണ്. അപ്പം നാച്ചുറൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലും ഒരേ സമയത്ത് നൽകുമ്പോഴാണ് അവിടെ എന്തുണ്ടായിരുന്നത്? അതൊരു സൈമുൾട്ടേനിയസ് കണ്ടീഷനിങ് ആയിട്ട് മാറുന്നത്. ഒരേ ടൈം ആകുമ്പോഴാണ് അതൊരു പാവ്ലോവിൻ്റെ ലോ ഓഫ് കോണ്ടിഗ്വിറ്റിയിൽ പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഒരേ സമയത്ത് എന്നുള്ളത് ആലോചിക്കാം. അടുത്തത് ലോ ഓഫ് സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ്, ചോദക സാമാന്യവൽക്കരണ നിയമം. ഇപ്പം ഇവിടെ കൃത്രിമ ചോദകത്തോട് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള അത്രയും സാമീപ്യമുള്ള ശബ്ദം വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവിടെ എത്രയേ പറയുന്നുള്ളൂ. ഇവിടെ നമ്മുടെ കൃത്രിമ ചോദകം എന്താണ്? ബെല്ലാണ്. അപ്പം ലോ ഓഫ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് സാമാന്യവൽക്കരണമാണ്, ചോദക സാമാന്യവൽക്കരണം. ഇവിടെ കൃത്രിമമായിട്ടുള്ള സ്റ്റിമുലസ് ഏതാണ്? ചോദകം ഏതാണ്? ബെല്ലാണ്. അപ്പം ഇത് ജനറലൈസേഷൻ ചെയ്യപ്പെടും. ഈ ബെല്ലെന്ന് പറയുമ്പം ഈ ബെല്ലിൻ്റെ ശബ്ദം എവിടെ നിന്നൊക്കെ കേൾക്കുന്നോ അപ്പോഴൊക്കെ അതെന്ത് ചെയ്യപ്പെടും? അതൊരു സാമാന്യവൽക്കരണത്തിന് ഇരയാക്കപ്പെടും. അതായത് ഇപ്പോൾ കോളിംഗ് ബെല്ലടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ നായയ്ക്ക് നമ്മൾ മണിയൊച്ച കേൾപ്പിക്കുമ്പോൾ അതേ ശബ്ദം തന്നെ ആയിരിക്കും വേറെ ബെല്ലടിക്കുമ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്? ആ ബെല്ലെന്ന് പറഞ്ഞാൽ എല്ലാ ശബ്ദവും അവിടെ നായയിൽ എന്ത് ചെയ്യപ്പെടും? ജനറലൈസേഷൻ ചെയ്യപ്പെടുകയാണ്, സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. അപ്പം ആ ഒരു ബെല്ലിൻ്റെ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും അപ്പോൾ ആ നായയിൽ എന്ത് ചെയ്യപ്പെടും? ആ ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള റെസ്പോണ്ട് വരും എന്നാണ്. അപ്പം അതിനൊരു വേർതിരിച്ചറിയാൻ എന്ത് കഴിയില്ല? നേരെ വ്യത്യാസം ഉണ്ടായാൽ അതിനെ തിരിച്ചറിയാൻ പറ്റില്ല എന്നതാണ് ഈ ചോദക സാമാന്യവൽക്കരണ നിയമത്തിൽ പറയുന്നത്. ഇനി ഇതുകൂടാതെ കൂടുതലും വേറെയും ചില നിയമങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്നാണ് വിലോപ നിയമം എന്ന് പറയുന്നത്. വിലോപ നിയമം എന്ന് പറയുന്നത് കൃത്രിമ ചോദക വിലോപ നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് എക്സ്റ്റിങ്ഷൻ ആണ്. കൃത്രിമ ചോദകത്തോടൊപ്പം പലതരം സ്വാഭാവിക നൽകാതിരിക്കുമ്പോഴൊക്കെ ഇവിടെ പറയുന്നത് വിലോപന നിയമമാണ്, വിലോപിക്കപ്പെടുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡും ബെല്ലും കൂടി ഒരുമിച്ച് നൽകുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? റെസ്പോണ്ട് ഉണ്ടാവുന്നത് അല്ലെ? കണ്ടീഷൻ റെസ്പോണ്ട് ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ അവിടെ ബെല്ലടിക്കുന്ന സമയത്ത് ഇപ്പോൾ ബെല്ലടിക്കുന്നു അപ്പം തന്നെ ഫുഡും കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു ഫുഡ് കൊടുക്കുന്നു, അപ്പോഴാണ് ആ നായയിൽ എന്തുണ്ടാവുന്നത്? സലൈവേഷൻ ഉണ്ടാവുന്നതും ഇനി എന്ത് ചെയ്യുക? ബെല്ല് അടി കേൾക്കുമ്പോൾ അവിടെ സലൈവേഷൻ ഉണ്ടാവുന്നത്. എന്നാൽ ബെല്ലടി
ബെല്ലടിച്ചു ഫുഡ് കൊടുത്തില്ല, ബെല്ലടിച്ചു ഫുഡ് കൊടുത്തില്ല, ബെല്ലടിച്ചു ഫുഡ് കൊടുത്തില്ല. അപ്പം ആ ഒരു സ്വാഭാവികമായിട്ടുള്ള എന്താ പറയുന്നത്, നൽകാതിരിക്കുമ്പോൾ കൃത്രിമ ചോദകത്തോടൊപ്പം സ്വാഭാവികമായിട്ടുള്ള ചോദവും നൽകാതിരിക്കുന്ന സമയത്ത് അവിടെ എന്താവും, ഓട്ടോമാറ്റിക്കലി നായയിൽ എന്തുണ്ടായിരിക്കും, പ്രതികരണം ഇല്ലാതാവും. അതിനെയാണ് ലോ ഓഫ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലോ ഓഫ് ഡിലേയ്ഡ് കണ്ടീഷണൽ റെസ്പോണ്ട് ആണ്. ഡിലേയ്ഡ് കണ്ടീഷണൽ റെസ്പോണ്ട് വൈകിയുള്ള അനുബന്ധിത പ്രതികരണ നിയമമാണ്. കൃത്രിമ ചോദകവും സ്വാഭാവിക ചോദകവും തമ്മിലുള്ള ഇടവേള വർദ്ധിച്ചാൽ ജീവി ഇടവേളയുടെ ദൈർഘ്യവുമായി സാവകാശം പൊരുത്തപ്പെടും. ഇടവേള വൈകുന്നതിനനുസരിച്ച് ഇവിടെ പ്രതികരണം നൽകും. അതാണ് വൈകിയുള്ള അനുബന്ധിത പ്രതികരണ നിയമം. ഇപ്പം ബെല്ലടിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നായ്ക്ക് മീറ്റ് നൽകുന്നത്, ഫുഡ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇടവേളയിൽ ആ നായ എന്ത് ചെയ്യും, ആ ഇടവേളയുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകും. അപ്പം പ്രതികരണം എന്തായി മാറും, വൈകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ലോ ഓഫ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ചോദക വിവേചന നിയമമാണ്. ഇതിലെന്താ പറയുന്നത്, കൃത്രിമ ചോദകത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടായാൽ പോലും അതിനെ വേർതിരിച്ചറിയാൻ ജീവിക്ക് സാധിക്കും. ചോദകങ്ങളെ വേർതിരിച്ചറിയാൻ ജീവി പഠിച്ചിരിക്കുന്നു എന്നർത്ഥം. ലോ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായ്ക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിമുലസിനെ കറക്റ്റായിട്ട് അതിൻ്റെ ഓരോ ശബ്ദത്തിലുള്ള വ്യത്യാസം പോലും നായ്ക്ക് തിരിച്ചറിയാൻ പറ്റും. ശരിയായിട്ടുള്ള കറക്റ്റ് സ്റ്റിമുലസ് കൊടുക്കുമ്പോഴാണ് നായിൽ എന്തുണ്ടാവുന്നത്, റെസ്പോണ്ട് ഉണ്ടാവുന്നത്. അതിലൊരു ഇൻകറക്റ്റ് ആയിട്ട് അത് നൽകുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, റെസ്പോണ്ട് ഉണ്ടാവില്ല. അപ്പം സ്റ്റിമുലസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, വിവേചിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കും. ആറാമത്തേതാണ് ലോ ഓഫ് സഡൻ റിക്കവറിയാണ്, പെട്ടെന്നുള്ള പുനഃപ്രാപ്തി നിയമം. സഡൻ റിക്കവറിയാണ് പറയുന്നത്. ഇപ്പം വിലോപനം സംഭവിച്ച ചോദക പ്രതികരണ അനുബന്ധത്തെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മണിയൊച്ച എന്താ പറയുന്നത്, കൊടുത്ത് അതോടൊപ്പം ഫുഡ് കൊടുക്കുമ്പോഴാണ് നായിൽ റെസ്പോണ്ട് എന്നത്. ഇനി മണിയൊച്ച ഉണ്ട് പക്ഷെ ഫുഡില്ല, അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു അത് വിലോപിച്ച് പോകും, എക്സ്റ്റിങ്ഷൻ അവിടെ വരുന്നുണ്ട്. ഇനി ഈ ഒരു എക്സ്റ്റിങ്ഷൻ സംഭവിച്ചാലും ചോദക പ്രതികരണത്തെ വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് ലോ ഓഫ് സഡൻ റിക്കവറിയിൽ പറയുന്നത്. സ്വാഭാവിക ചോദകം നൽകാതെ കൃത്രിമ ചോദകം മാത്രം നൽകിയാൽ ക്രമേണ എന്തുണ്ടാവും, ചോദക വിലോപനം സംഭവിക്കുമെന്ന് നമ്മൾ ലോ ഓഫ് എക്സ്റ്റിങ്ഷനിൽ പഠിച്ചു. എന്നാൽ കുറേ കഴിഞ്ഞ് കൃത്രിമ ചോദകവും അതോടൊപ്പം തന്നെ നമ്മൾ സ്വാഭാവിക ചോദകവും നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി അത് പെട്ടെന്ന് തന്നെ ആ റെസ്പോണ്ട് തിരിച്ചു വരുമെന്നാണ് ലോ ഓഫ് സഡൻ റിക്കവറിയിൽ, പുനഃപ്രാപ്തി നിയമത്തിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോസ് ആണ് പറയുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റും അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത്, ആസ് എ ടീച്ചർ നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത്. ഓക്കെ, അതൊന്നും വേണ്ട, ഈ ലേണിംഗ് തിയറി നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനാണ്. സോ അപ്ലിക്കേഷൻ ലെവലിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ വരിക എന്തായിരിക്കും, ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ വെച്ചിട്ടായിരിക്കും മക്കളെ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരിക. സോ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എന്താണ്, ഇത്ര ഇതിൽ പറയുന്നുള്ളൂ. കുട്ടികളെ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുക, അല്ലെ കണ്ടീഷൻ ചെയ്തിട്ടാണ് അവരിൽ ഒരു കുറേ കാലത്തെ നമ്മൾ അവരിങ്ങനെ കണ്ടീഷൻ ചെയ്തെടുത്തിട്ടാണ് ലേണിംഗ് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ പിക്ചർ ആൻഡ് വേർഡ് വെച്ച് പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികളെ നമ്മൾ ആന അല്ലെങ്കിൽ എലിഫൻറ്റിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ, ഇപ്പോൾ എലിഫൻറ്റിൻ്റെ പിക്ചറും അതോടൊപ്പം തന്നെ അടിയിൽ ആന എന്ന് എഴുതിയിട്ട് ആനേനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഓരോ തവണ ആനേനെ കാണുമ്പോൾ എന്തായിരിക്കും, ആനേൻ്റെ പിക്ചറും ഉണ്ടായിരിക്കും, അടിയിൽ ആന എന്ന് എഴുതിയതുണ്ടായിരിക്കും. രണ്ടും കൂടിയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, കാണുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ആന എന്ന് പറയുമ്പോൾ രണ്ടും കാണും. ഫോർ എക്സാമ്പിൾ, ഇത് ഫാൻ ആണല്ലേ, ഇവിടെ ഞാൻ എഴുതി ഒട്ടിച്ചിരിക്കുന്നു ഫാൻ എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇത് ഫാനാണെന്ന് പറഞ്ഞ് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുകയാണ്. ദിസ് ഈസ് ഫാൻ. ഓക്കെ, ഫാൻ എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതി ഫാനും കുട്ടി കാണും, ഫാൻ എന്ന് പറയുന്ന ഈ സാധനം കുട്ടി കാണുന്നുണ്ട്. അപ്പോൾ കുട്ടീൻ്റെ മനസ്സിൽ ഫാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വേർഡിലുള്ള റെപ്രസെൻറ്റേഷനും കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കും. ഈ കാണുന്ന ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് കാണാൻ എങ്ങനെയാണെന്നുള്ളതും കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫാനിന് മാറ്റിയിട്ട് വെറും ഫാൻ എന്ന് എഴുതിയ ഒരു വേർഡ്
വേർഡും അല്ലെങ്കിൽ ആ ഒരു പേപ്പർ മാത്രം കാണിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്ത് വരും? ഫാനിൻ്റെ ഒറിജിനൽ രൂപം കുട്ടിയുടെ മനസ്സിൽ വരും. സോ ഇത് നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നതാണ്? കുട്ടിയിൽ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതേപോലെ നമ്മൾ ടീച്ചിങ് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നത് A for ആപ്പിൾ, B for ബോൾ, C for കാറ്റ്, ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഈ ഒരു കണ്ടീഷൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ നമ്മൾ കുട്ടികൾ ഗുഡ് ഹാബിറ്റ് പഠിപ്പിക്കുന്നത് ഒക്കെ കണ്ടീഷനിങ് അല്ലേ? അതായത് ഒരു ഇൻട്രസ്റ്റ്, കുട്ടികൾ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ ചില അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടീഷനിങ്ങും നമ്മൾ കുട്ടികളിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇരുട്ടത്ത് പോയാൽ നിന്നെ അത് കോക്കാച്ചി പിടിക്കും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പം മുതലേ കുട്ടികളിൽ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷനിങ്ങിലൂടെ എന്താക്കാൻ പറ്റും? ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടീഷനിങ് കൂടി ഇല്ലാതാക്കിയിട്ട് അവരെ ശരിക്കുള്ള പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ അതാണ് ഈ ഫോബിയ, എലിമിനേറ്റിംഗ് ഫോബിയാസ് എന്നൊക്കെ പറയുന്നത് അതാണ്. ചില പ്രെജുഡൈസ് അതോടൊക്കെയുള്ള ഫോബിയാസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ബാഡ് ഹാബിറ്റ് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ഹാബിറ്റ് കണ്ടീഷൻ ചെയ്തുകൊണ്ട് കുട്ടികളിൽ പറ്റും. അപ്പം ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അസോസിയേഷൻ, പിക്ചർ ആൻഡ് വേർഡ്, ടീച്ചിങ് ആൽഫബറ്റ്സ്, ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്, ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ്, എലിമിനേറ്റിംഗ് ഫോബിയാസ്, ജനറേറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്റ്റ് എന്നിവ. ഓക്കെ, അപ്പോൾ പാവ്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്താലോചിക്കണം? പാവ്ലോൻ്റെ പട്ടി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, അതായത് പരുവപ്പെടുത്തൽ എന്നത് ആലോചിക്കുക. പിന്നെ മെയിനായിട്ട് ഇതിൽ എന്താ പറയുന്നത് എന്നുള്ളതും കൂടി ആലോചിക്കുക. സോ ഇത്രയാണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ കുട്ടീനെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം എന്തും കൂടി നൽകണം, റീഇൻഫോഴ്സ്മെൻറ്റ് കൂടി നൽകണം എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും.